ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സെക്കൻഡ് ചാപ്റ്റർ, മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സാണ്. അതായത് പരീക്ഷയുടെ ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് കണ്ടുവെന്ന് കരുതുന്നു. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മൾ ഫുൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ എല്ലാ ചോദ്യങ്ങളും, ഒരു ചോദ്യം പോലും ഇവിടെ എല്ലാ ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2ാമത്തെ പാഠത്തിന് യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ് ആണ്. അതായത് വരാൻ പോകുന്ന ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും, ഓണപരീക്ഷ നമുക്ക് മാത്സിൽ 2 ചാപ്റ്റേഴ്സ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഫസ്റ്റ് 2 ചാപ്റ്റർ ഉറപ്പായിട്ടും എക്സാമിന് ഉണ്ടാവും. അപ്പോൾ 2 ചാപ്റ്ററിനുള്ള ചോദ്യങ്ങളും എക്സാമിന് ഉണ്ടാവും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ക്ലാസ് മുഴുവനായി കണ്ടതിന് ശേഷം ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. The second chapter, numbers are our friends. 25 മാർക്കിന്റെ ചോദ്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ ആക്ടിവിറ്റി, മേക്ക് 1000. റൈറ്റ് ഡിഫറെൻറ്റ് വേസ് ടു മേക്ക് 1000. അതായത് 1000 നമുക്ക് ഉത്തരം, 1000 നമുക്ക് ഉത്തരമായി കിട്ടണം. ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് 1000 കിട്ടുക, അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ 100 + 900. അടുത്തത് 200 + എത്രയാണ് 1000 കിട്ടുക. അടുത്തത് 500 + എത്രയാണ് 1000. 90 + എത്രയാണ് 1000. അതേപോലെ രണ്ടെണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. രണ്ടെണ്ണം നമുക്ക് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഉത്തരം എന്ത് കിട്ടണം, 1000 കിട്ടണം. 6 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത ആക്ടിവിറ്റി 2, ഗ്രൂപ്പ്സ് ഓഫ് 100. അതായത് ഇവിടെ 700 900 തന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ 700 കിട്ടണമെങ്കിൽ ഏതൊക്കെ നൂറുകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് 700 കിട്ടുക. അതേപോലെ 900 കിട്ടാൻ ഏതൊക്കെ നൂറുകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് 900 കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഗ്രൂപ്പ്സ് ഓഫ് 100 എന്ന് പറയുന്നത് 2ാമത്തെ ആക്ടിവിറ്റിയാണ്. 6 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഇത് റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങളെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കണ്ട കൂട്ടുകാർക്ക് ഇതെല്ലാം വളരെ വളരെ സിമ്പിൾ ആയിരിക്കും അല്ലേ. അടുത്ത പ്രവർത്തനം എന്താ നോക്കാം. ആക്ടിവിറ്റി 3 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അബാക്കസ് അല്ലേ. കാണുമ്പോൾ നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒന്നാമത്തെ എന്താ, റൈറ്റ് ദ നമ്പർ. അബാക്കസ് ഒരു ഡ്രോ ചെയ്ത്, അതായത് ബീഡ്സ് ഉള്ള മുത്തുകളുള്ള ഒരു അബാക്കസ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഏത് സംഖ്യയാണെന്നുള്ളത് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എഴുതുക. ബി സെക്ഷനിൽ പറയുന്നത് കംപ്ലീറ്റ് ദ അബാക്കസ്. 721 എന്നുള്ള നമ്പർ തന്നിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യുക, അബാക്കസിൽ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ അബാക്കസ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അബാക്കസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമെങ്കിലും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ പോർഷൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്ത് പഠിക്കുക. അബാക്കസ് വരയ്ക്കാൻ എല്ലാ കൂട്ടുകാർക്കും അറിയാമെന്ന് കരുതുന്നു. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം പഠിച്ചോളൂ. എക്സാമിന് ഉറപ്പായും ചോദ്യം വരാം അബാക്കസ് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ അബാക്കസ്. അടുത്തത് 4 മാർക്കിന്റെ ചോദ്യമാണ് ആക്ടിവിറ്റി 3. അടുത്തത് ആക്ടിവിറ്റി 4. ആക്ടിവിറ്റി 4 എന്താ, റൈറ്റ് ദ നമ്പർ നെയിം. ഒന്നാമത്തെ എ സെക്ഷനിൽ പറയുന്നത് നമ്പർ നെയിം എഴുതാനാണ് പറയുന്നത് അല്ലേ. അതായത് നമ്പർ നെയിം അല്ലേ പറയണത്, നമ്പർ നെയിം ആണ് എഴുതാൻ പറയണത്. എന്ത് എഴുതാനാ പറയണത്, റൈറ്റ് ദ നമ്പർ നെയിംസ്. ഫസ്റ്റ് വൺ 814. അടുത്തത് 106, 715, 888, 412. ഇതിന്റെ നെയിം ആണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ. എന്തെഴുതണം, നെയിം ആണ് എഴുതേണ്ടത്. അതായത് ഈ സംഖ്യകളിനെ നെയിമിലേക്കാക്കി എഴുതുക. ഓക്കെ. നമ്മൾ അടുത്ത ബി സെക്ഷനിൽ നമ്മൾ ആക്ച്വലി ഉദ്ദേശിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് നമ്പേഴ്സ് എഴുതുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ നെയിം തന്നിട്ട് അതിന് നമ്പേഴ്സിലേക്ക് എഴുതാനാണ്, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. പക്ഷെ നമ്മുടെ നമ്പർ ആയിപ്പോയി. ഇവിടെ ഇതിന്റെ എന്ത് ചെയ്യുക, ഇതിൻ്റെയും നമ്പർ നെയിം എഴുതി പഠിക്കുക. 809, 999, 700, 101. ഇപ്പം ഇത് നേരെ തിരിച്ചാണ് തരുന്നതെങ്കിലോ, നമ്പർ നെയിം തന്നിട്ടുണ്ട്, അതിനെ വേർഡ്സിലേക്ക് നെയിം തന്നിട്ടുണ്ട്, അതിന് സംഖ്യ കണ്ടുപിടിക്കുക. അതാണ് റൈറ്റ് ദ നമ്പേഴ്സ്. അതിന്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്പർ എഴുതാൻ അറിയണം. ഓക്കെ. നാലാമത്തെ ആക്ടിവിറ്റിയാണ്. 9 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ഇത് 9 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 5ാമത്തെ ആക്ടിവിറ്റി പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് ദി പാറ്റേൺസ്. ഇവിടെ നോക്കൂ, പാറ്റേൺ നോക്കൂ. 100, 200, 300. അടുത്തത് ഏതാ സംഖ്യ വരിക. പാറ്റേണും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. അടുത്തത് 505, 510, 515. നെക്സ്റ്റ് ഏതെങ്കിലും സംഖ്യകളാണ് വരിക, കൂടി ഇൻക്രീസ് ചെയ്താണ് വരുന്നത് അല്ലേ. അടുത്തത് 101, 103, 105,
നെക്സ്റ്റ് ക്വസ്റ്റ്യനോ 900, 800, 700. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇൻക്രീസ് അല്ല ചെയ്യണത്, ഡിക്രീസ് ആവണം അല്ലേ, ഇൻക്രീസ് അല്ല ഡിക്രീസ് ആണ് ആവണത്. അപ്പൊ എപ്പോഴും പാറ്റേണിൽ നമ്പേഴ്സ് കൂട്ടുന്നത് മാത്രമല്ല കുറയ്ക്കുന്നതും വരാം. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കൂ, 110, 210, 310. അപ്പൊ ബാക്കിയുള്ള സംഖ്യകൾ എഴുതുക. അപ്പൊ ഇതുപോലെ പാറ്റേൺ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം എക്സാം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. എക്സാം ഉറപ്പായിട്ടും വരാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതോടൊപ്പം നിങ്ങളുടെ അടുത്ത് പുതിയതായിട്ട് 2 പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനും പറയും. പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാലൊക്കെ വളരെ സിമ്പിൾ അല്ലേ, 100, 200, 300, 400 എന്ന് എഴുതിയാലും അതൊരു പാറ്റേൺ ആണ്. അപ്പൊ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം എക്സാമിന് പ്രതീക്ഷിക്കാം. എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പാറ്റേൺ. ഓക്കെ, അപ്പൊ ഇതുപോലെ സംഖ്യാ പാറ്റേൺ, നമ്പറുകളുടെ പാറ്റേൺ ആവാം, അല്ലെങ്കിൽ ചിത്രം വരച്ചിട്ട് അടുത്ത ചിത്രം വരയ്ക്കാനുള്ള തരത്തിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്ന പാറ്റേൺ ആവാം. 2 രീതിയിലുള്ള പാറ്റേണും എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിത്രങ്ങൾ തന്നിട്ട് ഒരേപോലെയുള്ള 3 ചിത്രം തന്നിട്ട് അടുത്ത ചിത്രം വരയ്ക്കുന്നത്, നമ്മളൊരു പിക്ചർ പാറ്റേൺ വരുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ നമ്പർ തന്നിട്ട് അടുത്ത നമ്പർ എഴുതാൻ പറയുന്ന ഇതുപോലെ നമ്പർ പാറ്റേൺസ് നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ രണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. പാറ്റേൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് ആറാമത്തെ സ്പ്ലിറ്റ് ദ നമ്പേഴ്സ് ഈക്വലി. എന്താ പറയുന്നത്, ഈ സംഖ്യകളെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറയണത്. അതായത് തുല്യം ഏത് രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോഴാണ് ഉത്തരം കിട്ടുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ 100 എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെയും എന്തായിരിക്കണം, 100 തന്നെ ആയിരിക്കണം. ഈക്വലി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ 2 100കൾ തമ്മിൽ കൂട്ടുമ്പോൾ 200 കിട്ടുന്നു. ഇവിടെ 200 അപ്പൊ ഇവിടെയും 200 തന്നെ ആയിരിക്കണം. അപ്പൊ 2 200 കൂട്ടുമ്പോൾ 400 കിട്ടും. അതേപോലെ 500 കിട്ടാൻ ഒരു സംഖ്യ, ഇവിടെ എഴുതുന്ന അതേ സംഖ്യ തന്നെ ആയിരിക്കണം ഇവിടെയും. ഏത് 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് 500. ഈ 2 സംഖ്യയും ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം. അപ്പൊ അതുപോലെ 300നെയും 600നെയും 800നെയും എന്ത് ചെയ്യുക, തുല്യമായിട്ട് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യുക, രണ്ടാക്കാനാണ് പറയുന്നത്. 6 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത 7ാമത്തെ ചോദ്യം ഗ്രൂപ്പ്സ് ഓഫ് 100. ഗ്രൂപ്പ്സ് ഓഫ് 100 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. ഇവിടെ 600 തന്നിട്ടുണ്ട്. 600 എന്ന് പറയുന്ന സമയത്ത് 6 തവണ 100 എഴുതി കൂട്ടുക. 100 + 100 + 100 + 100 + 100 + 100 അല്ലേ, 6 തവണ എഴുതിയിട്ട് കൂട്ടുമ്പോൾ 600 കിട്ടുന്നു. അതേപോലെ 200നെയും 300നെയും 400നെയും 500നെയും 700നെയും 800നെയും 900നെയും 1000നെയും അതേപോലെ എഴുതാനാണ് പറയുന്നത്. 8 മാർക്കിന്റെ ചോദ്യമാണ്, 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഇത്. ആർക്കെങ്കിലും ഇതിന്റെ ഉത്തരം കിട്ടില്ല എന്നുണ്ടോ? അല്ലെ, വളരെ സിമ്പിൾ ആണിത്. അടുത്ത 8ാമത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ വായിക്കാം. രമേശ് ഇസ് എ മാംഗോ സെല്ലർ. ഹി ബാഗ്സ് മാംഗോസ് ടു ടേക്ക് ടു ദ മാർക്കറ്റ്. Find out how he made different bags. Complete the missing column. അപ്പോൾ രമേശ് ഒരു മാംഗോ സെല്ലർ, മാമ്പഴ കച്ചവടക്കാരനാണ്. അയാൾ എന്ത് ചെയ്യണം, അയാളുടെ മാംഗോസ് എല്ലാം പാക്ക് ചെയ്തിട്ട് ചന്തയിൽ കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിനായിട്ട് ബാഗിലാക്കി, 100കളുടെ ബാഗിലാണ് കേട്ടോ ആക്കണത്. അപ്പൊ എങ്ങനെയാണ് ഡിഫറെന്റ് ബാഗിൽ എങ്ങനെയാണ് നിറയ്ക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വിട്ടുപോയ കോളങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ടോട്ടൽ കോളം തന്നിട്ടുണ്ട്. ബാഗ് 1, ബാഗ് 2 ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നാമത്തെ നോക്കൂ, 500 ആണ്. 500 എങ്ങനെയാണ് ബാഗ് 1ലാക്കിയിരിക്കുന്നത്, 200ഉം ബാഗ് 2ൽ 300. അപ്പൊ 200 + 300 എന്താണ്, 500. അടുത്തത് 400, 200 ബാഗ് 1ലാക്കി, ബാഗ് 2ൽ എത്രയായിരിക്കും, അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം, ഉത്തരം 400 കിട്ടണം. അടുത്തത് 800 ബാഗ് 2ൽ 100 മാംഗോസ് ഉണ്ടെങ്കിൽ ബാഗ് 1ൽ എത്ര, 800ന്ന് 100 മൈനസ് ചെയ്താൽ ഉത്തരം കിട്ടും. അടുത്തത് 600 ആണ് ടോട്ടൽ. ബാഗ് 1ൽ 400 ആക്കിയിട്ടുണ്ടെങ്കിൽ ബാഗ് 2ൽ എത്ര, 600ൽ നിന്ന് 400 മൈനസ് ചെയ്യൂ, ഉത്തരം കിട്ടും. അതേപോലെ അടുത്തത് 900ഉം 700ഉം കൂടെ ചെയ്യാം. 7 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 9ാമത്തെ ആക്ടിവിറ്റി. നമുക്ക് 9ാമത്തെ ആക്ടിവിറ്റി നമുക്ക് 10 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 9ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ നമ്പർ പിരമിഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്പർ പിരമിഡ് അഡീഷൻ മാത്രം ഉള്ളൂടെ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. 45, 68. ഒന്നാമത്തെ പിരമിഡ് നോക്കൂ, 45 + 68 113. 68 + 39 അതാണ് ഇവിടുത്തെ ഉത്തരം, ആൻസർ. ഇതും ഈ 113 കൂടെ കൂട്ടുമ്പോൾ ഏറ്റവും മേലത്തെ ആൻസർ കിട്ടും. അതേപോലെ എന്ത് ചെയ്യുക, ബാലൻസ് അല്ല നമ്പർ പിരമിഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. 8 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 10ാമത്തെ ചോദ്യം. സുനിത പർച്ചേസ്ഡ് എ മിക്സി ആൻഡ് എ ഫാൻ. സുനിത ഒരു മിക്സിയും ഒരു ഫാനും വാങ്ങി. പ്രൈസ് ഓഫ് എ ഫാൻ ഈസ് 895 റുപ്പി. ഒരു ഫാനിന്റെ വില 895 റുപ്പിയാണ്. ടോട്ടൽ പ്രൈസ് ഓഫ് ഫാൻ ആൻഡ് മിക്സി ഈസ്, അതായത് മിക്സിയുടെയും ഫാനിന്റെയും കൂടെ വില 2869 ആണ്. ദെൻ വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് മിക്സി? അങ്ങനെയാണെങ്കിൽ
മിക്സിയുടെ വില എത്ര? മിക്സിയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരു ഫാനിന്റെ വില എന്താ? 895. ടോട്ടൽ പ്രൈസ് ഓഫ് ഫാൻ ആൻഡ് മിക്സി എന്താ? 2865. അങ്ങനെയാണ് ഈ മിക്സിന്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യുക അല്ലേ? പ്രൈസ് ഓഫ് ഫാൻ എത്രയാണ്? 895. ടോട്ടൽ പ്രൈസ് ഓഫ് ഫാൻ ആൻഡ് മിക്സി എത്രയാ? 2865. അപ്പൊ പ്രൈസ് ഓഫ് മിക്സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ പ്രൈസിൽ നിന്ന് ഫാനിന്റെ വില കുറച്ചു കഴിഞ്ഞാൽ മിക്സിയുടെ പ്രൈസ് കിട്ടും അല്ലേ? ഇവിടെ മൈനസ് ആണ് ചെയ്യേണ്ടത്. 8 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8 മാർക്കല്ല, 3 മാർക്സ് ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? 10 ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്